ഹലോ, ഇന്നത്തെ റെസിപ്പി ഉണ്ടല്ലോ ഫിഷ് മന്തിയാണേ. ഇപ്പോൾ സാധാരണ മന്തി റൈസ് എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. കൊച്ചു പിള്ളേർക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാണ് മന്തി റൈസ്. അപ്പം മന്തി പല രീതിക്കുമാണ് ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ എൻ്റേതായ ഒരു സ്റ്റൈലാണ് ഇപ്പോൾ ഇവിടെ ഫിഷ് മന്തി റെഡിയാക്കിയിട്ടുള്ളത്. നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ മെത്തേഡിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഭയങ്കര ടേസ്റ്റിയാണ്, ഈസി ആൻഡ് ക്വിക്കായിട്ട് ഉണ്ടാക്കാനും പറ്റും. പിള്ളേർക്ക് വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടാവുന്ന ഒരു റെസിപ്പി തന്നെയാണ്. അധികം മുള്ളില്ലാതെ ഏത് ഫിഷ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പം റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് 1 kg ബസ്മതി റൈസ് നമുക്ക് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെക്കാം. മിനിമം ഒരു 20 മിനിറ്റ്സ് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെക്കാം. ഇത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ജംബോ ബർക്കൂഡയാണ്. ഇതിൻ്റെ പേര് ഓരോ സ്ഥലത്ത് ഓരോ രീതിക്കാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് തൽക്കാലം എന്തായാലും ബർക്കൂഡ എന്ന് തന്നെ പറയുന്നേക്കാം. അപ്പോൾ 1 kg ഫിഷാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സ്ലൈസാക്കിയ മീൻ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഓണിയൻ ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം നുറുക്കിയത് ഇട്ട് കൊടുക്കാം. ഏതെങ്കിലും ഒരു കളർ ക്യാപ്സിക്കം മതിയാവും. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ 3 കളർ എടുത്തിട്ടുള്ളൂ. 2 ചിക്കൻ ക്യൂബ് പൊടിച്ചിട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മന്തി മസാല ഇട്ട് കൊടുക്കാം. പുതിനയും മല്ലിയിലയും ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 1 നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് സൺഫ്ലവർ ഓയിൽ. ഇനിയിപ്പോൾ ഇതിനെ കൈകൊണ്ട് നന്നായിട്ട് ഞെരിയുടെ ഈ മസാല നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ആ ചിക്കൻ ക്യൂബൊക്കെ നന്നായിട്ട് അതിനകത്ത് മിക്സ് ആവുന്നത് വരെ ഒന്ന് ഞെരടി കൊടുക്കാം. ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ഫിഷ് ഇട്ട് കൊടുക്കാം. ഫിഷ് ആയതുകൊണ്ട് വളരെ സോഫ്റ്റായിട്ട് ആ മസാലയ്ക്കകത്ത് ഒന്ന് പൊതിഞ്ഞ് കിട്ടുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ആ മസാല എല്ലാം പിടിക്കുന്ന രീതിയിൽ ഒന്ന് കോട്ട് ചെയ്ത് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. ഒത്തിരി ഒന്നും മാരിനേഷനായിട്ട് മാറ്റി വെക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒരു 10 മിനിറ്റ്സ് മതിയാവും. ഇത് പടച്ച് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ മന്തിക്കുള്ള റൈസ് റെഡിയാക്കണം. തിളച്ച വെള്ളത്തിലേക്ക് ഹോൾ സ്പൈസസ് ഇട്ട് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ചിക്കൻ ക്യൂബ് ഇട്ടിട്ടുള്ളതുകൊണ്ട് ഉപ്പ് ആവശ്യത്തിന് നോക്കി ഇടാൻ പാടുള്ളൂ. അപ്പം റൈസ് ഇട്ട് കൊടുത്ത് തിളപ്പിച്ചെടുക്കാം. 3/4 ഭാഗം അരി വെന്ത് കിട്ടുമ്പോഴേക്കും ഇതിനെ ഒന്ന് ഊറ്റി മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഫിഷിൻ്റെ മസാല കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. ഹൈ ഫ്ലെയിമിൽ ഓരോ സൈഡും 5 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് കുക്കാവുമ്പോഴേക്കും തിരിച്ചിട്ട് കൊടുക്കാം. ഓരോ സ്ലൈസും പതിയെ സോഫ്റ്റായിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. പൊടിഞ്ഞു പോവാതെ ശ്രദ്ധിച്ച് തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാ സ്ലൈസും തിരിച്ചിട്ടതിന് ശേഷം വീണ്ടും ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ്സോളം പിന്നെയും കുക്ക് ചെയ്യാം. തിരിച്ചിട്ട് ഫിഷ് 5 മിനിറ്റ്സ് ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് കുക്ക് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ ഊറ്റി മാറ്റി വെച്ചേക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് പെപ്പർ കോൺസ് ഇട്ട് കൊടുക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന പച്ചമുളക് നിരത്തി കൊടുക്കാം. അധികം എരിവില്ലാത്ത പച്ചമുളകായിരിക്കണേ. ഇനിയിപ്പോൾ മന്തി ആയതുകൊണ്ട് ഒരു സ്മോക്കി ഫ്ലേവർ കൊടുക്കണം. പതിവ് പോലെ കത്തിച്ച് വെച്ചേക്കുന്ന ചാർക്കോൾ വെച്ചിട്ട് അതിനകത്ത് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ സ്റ്റേജിൽ അടച്ച് വെച്ച് ദം കുക്കിങ്ങിൽ 20 മിനിറ്റ്സ് വെച്ചെടുക്കാം. അപ്പോൾ ആ സ്മോക്ക് അത്രയും അതിനകത്ത് ഇറങ്ങി അരി വെന്ത് കിട്ടിയിരിക്കും. 20 മിനിറ്റ്സ് കഴിഞ്ഞ് നോക്കുമ്പോൾ ഫിഷ് മന്തി റെഡി ആയിട്ടുണ്ടാവും. പതിയെ ചാർക്കോളിൻ്റെ പ്ലേറ്റ് എടുത്ത് മാറ്റാം. റൈസ് ഒന്ന് പൊടിഞ്ഞു പോകാത്ത രീതിയിൽ മേളിൽ നിന്ന് എടുത്ത് മാറ്റുമ്പോഴേക്കും അടിയിൽ ഫിഷ് ആ മസാല നന്നായിട്ട് അതിനകത്ത് പിടിച്ചിട്ടുണ്ടാവും. എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് വിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. കണ്ടോ, ഫിഷ് പൊടിയാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു മെത്തേഡിൽ ഫിഷ് മന്തി റെഡിയാക്കി നോക്കണേ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള വളരെ ഈസി ആൻഡ് ക്വിക്കായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഫിഷ് മന്തി റെസിപ്പിയാണ്. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്.